ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കോടതിയിൽ ഹാജരാക്കി. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് ഇരുവരെയും കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. ലിജോ റോളൻസ് വിവരങ്ങളുമായി. ലിജോ, വിശദാംശം എന്താണ്? അങ്ങേറ്റം നിഷാദെ 10 മണിയോടുകൂടെയാണ് 2 പ്രതികളെയും കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. തിരുവനന്തപുരത്ത് നിന്നുമാണ് ഇരുവരെയും ഇവിടേക്ക് എത്തിച്ചത്. വലിയ പോലീസ് സുരക്ഷ ഉൾപ്പെടെ ഇന്നും കോടതിക്ക് ഒരുക്കിയിട്ടുണ്ട്. കോടതിയുടെ പ്രധാന ഗേറ്റ് ഇപ്പോൾ അടച്ചു പൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെല്ലാം തന്നെ അടച്ചിട്ട കോടതി മുറിക്കുള്ളിലാണ് നടക്കുകയും ചെയ്യുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുന്നത് ആദ്യ തവണയാണ്. നേരത്തെയൊക്കെ തന്നെ റിമാൻഡിലാകുന്ന സമയത്തല്ല റാന്നി കോടതിയിലായിരുന്നു ആ കേസ്. അതിനുശേഷമാണ് അത് വിജിലൻസിന്റെ പരിധിയിലേക്ക് വരികയും അതിനുശേഷമാണ് അത് വിജിലൻസ് കോടതിയിൽ നടപടിയിലേക്കൊക്കെ കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ റിമാൻഡ് നീട്ടിക്കൊണ്ടു പോവുക തീർച്ചയായിട്ടും അവരുടെ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പത്മകുമാറിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ മൊഴികൾ കൂടെ വന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബുവിനെയൊക്കെ വീണ്ടും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുമെന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം നൽകുന്ന ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം കാണാനില്ല എന്ന് പറഞ്ഞ് നൽകുന്ന പരാതിയുടെ അടിസ്ഥാനമാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഒരു കേസിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അതിന് പിന്നാലെയാണ് അറസ്റ്റുകൾ നടക്കുകയും പത്മകുമാർ വരെ എത്തി നിൽക്കുകയും ചെയ്യുന്നത്. പലരും പല മൊഴികൾ നൽകുന്നു. അത് തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾ, അതായത് ഇതിന്റെ തുടക്കം എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുപക്ഷെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് അതിനുശേഷം ലഭിച്ച മൊഴികളിൽ നിന്നുള്ള വൈരുദ്ധ്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു നടപടിയിലേക്കും കടക്കുന്നേക്കാം. അതുപോലെ തന്നെയാണ് മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയൊക്കെ കഴിഞ്ഞ ദിവസം തള്ളുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു വാദപ്രതിവാദമായിരുന്നു കോടതിയിൽ നടന്നത്. എന്തായാലും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതുപോലെ ആ ജാമ്യ ഹർജി പരിഗണിച്ചില്ല. കാരണം അവിടുത്തെ ഒരു വലിയ പ്രധാന ഉദ്യോഗസ്ഥൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നുള്ള നിലയിൽ മുരാരി ബാബുവിന്റെ കയ്യിൽ ലഭിച്ച കത്ത് അത് കൈമാറുന്ന സമയത്ത് അതിലെന്തുകൊണ്ടായാലും കൃത്യമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ സ്വർണ്ണപ്പളയാണോ ചെമ്പാണെന്നുള്ള കാര്യത്തിലൊക്കെ മാറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന മുരാരി ബാബു എന്നുള്ളൊരു കാര്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും അവരുടെ റിമാൻഡ് നീട്ടിക്കൊണ്ടുപോകും. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നിഷാദ്.